BEP BIM എക്സിക്യൂഷൻ പ്ലാൻ. നമ്മളൊരു BIM ഒരു പ്രൊജക്റ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളതിന്റെ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ പറയുന്നത് BEP എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും ഓരോരുത്തരുടെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളത്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, എന്തൊക്കെ പ്രോട്ടോക്കോളാണ് ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കും. BIM അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും സ്മൂത്ത് കൊളാബറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ BEP നമ്മൾ കവർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ മോഡലിംഗ് ചെയ്യുന്നത്, അതിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെയാണ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിന്റെ ഫോർമാറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെയാണ് നമ്മളുടെ പ്രൊജക്ട് മൈൽ സ്റ്റോൺ, ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ QC ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ BEPയിൽ കവർ ചെയ്യും. ഇതുകൊണ്ട് തന്നെ നമുക്കൊരു BEP ഉള്ള ഒരു BIM എക്സിക്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ട്. നമുക്ക് എന്താണ് നമ്മളുടെ പ്രൊജക്ട് ഗോൾസുകൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ നമുക്ക് വർക്ക് ഫ്ലോ ഒന്നും കൂടി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് എഫിഷ്യൻസി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു BIM എന്ന് പറഞ്ഞ സാധനത്ത് കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആ കോസ്റ്റും നമ്മളുടെ ടൈം ലൈനും നമ്മളുടെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഒരു BIM വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു BEP സബ്മിറ്റ് ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്ത് വാങ്ങണം. സോ BEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BIM എക്സിക്യൂഷൻ പ്ലാൻ, അതായത് BIM എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ദെൻ, താങ്ക് യു.